എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും വൊക്കാസ് പീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു യൂട്യൂബ് ലൈവ് GST ആയിട്ട് ബന്ധപ്പെട്ടൊരു യൂട്യൂബ് ലൈവ് പോയിരുന്നു. അതിൻ്റെ ഒടുക്കം ആ വീഡിയോയുടെ അവസാനം എന്തുകൊണ്ടാണ് GSTയെ ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് വിളിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനം IGST എന്ന് പറയുന്ന GSTയുടെ ഒരു ടൈപ്പാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. IGST ആയിട്ട് ബന്ധപ്പെട്ടാണ് GST ഒരു ഡെസ്റ്റിനേഷൻ ടാക്സ് ആകുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് വിശദമായിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇത്. വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റും അതുപോലെ ഇത് ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും നമുക്ക് സോൾവ് ചെയ്യാം. അപ്പം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് GST എന്ന് പറയുന്ന ഇൻഡയറക്റ്റ് ടാക്സ് നമുക്കറിയാം, അത് ലെവി ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ട്രാൻസാക്ഷൻസിലാണ് അത് ലെവി ചെയ്യുന്നത് അല്ലേ. അൾട്ടിമേറ്റ്ലി അത് എൻഡ് കൺസ്യൂമറാണ് GST അടയ്ക്കുന്നത് നമുക്കറിയാം. ഓക്കെ, എൻഡ് കൺസംഷൻ സമയത്താണ് എല്ലാ ഇൻഡയറക്റ്റ് ടാക്സസും അടഞ്ഞു തീരുന്നത് അല്ലെങ്കിൽ അടഞ്ഞു പോകുന്നത്. കാരണം മാർക്കറ്റ് പ്രൈസിലാണല്ലോ ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിയുന്നത്, സേവനങ്ങൾ വിറ്റഴിയുന്നത്. മാർക്കറ്റ് പ്രൈസിൻ്റെ ഒരു ഭാഗമാണല്ലോ ഇൻഡയറക്റ്റ് ടാക്സസ്. നമ്മൾ മാർക്കറ്റ് പ്രൈസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ആണ്. അപ്പം ഇൻഡയറക്റ്റ് ടാക്സസ് ലെവി ചെയ്ത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കളക്ഷൻ സംഭവിക്കുന്നത് ഉപഭോക്താക്കൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ പഠിച്ചു തുടങ്ങാം, ട്രാൻസാക്ഷൻസ് തന്നെ പഠിച്ചു തുടങ്ങാം. അത് പഠിക്കുമ്പം എന്തുകൊണ്ടാണ് IGSTയെ ചുറ്റിപ്പറ്റിയാണ് ഈ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാവും. ഓക്കെ, അപ്പം ട്രാൻസാക്ഷൻസിനെ ഗുഡ്സ് ആൻഡ് സർവീസസ് ട്രാൻസാക്ഷൻസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസും ഉണ്ട്, ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസും ഉണ്ട്. ഓക്കെ, ആദ്യത്തേതാണ് ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ്. ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിന് ഒരു ഉദാഹരണമാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ച് കേരളത്തിൽ തന്നെ വിറ്റഴിയുന്ന സാധനങ്ങളും സേവനങ്ങളും. കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് കേരളത്തിൽ തന്നെ വിറ്റഴിയുന്ന സാധനങ്ങളും സേവനങ്ങളും എന്ത് ട്രാൻസാക്ഷൻസിന് ഉദാഹരണമാണ്? ഗുഡ്സ് ആൻഡ് സർവീസസുമായിട്ട് ബന്ധപ്പെട്ട ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിന് ഉദാഹരണമാണ്. ഇൻട്രാ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഉൽപ്പാദനവും ഉപഭോഗവും നടക്കുകയാണ് എങ്കിൽ അത്തരം ട്രാൻസാക്ഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം GST ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് റേറ്റ്സ് ഏതൊക്കെയാണ്? GST ആയിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സ്റ്റാൻഡേർഡ് റേറ്റ്സ് 5%, 12%, 18%, അതുപോലെ തന്നെ 28%. സോ ഇതാണ് GSTയുടെ സ്റ്റാൻഡേർഡ് റേറ്റ്സ് എന്ന് പറയുന്നത്. മറ്റ് റേറ്റ്സും ഇൻവോൾവ് ആണ്, പക്ഷേ ഇതാണ് സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന റേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ ഈ കേരള ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷനിൽ, കേരളത്തിനകത്ത് നടന്ന ഈ ട്രാൻസാക്ഷനിൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ മേലെ വന്ന GST 18% കരുതുക. ആ ഉൽപ്പന്നത്തിൻ്റെ GST 18% കരുതുക. ഈ GST എങ്ങനെയാണ് വിഹിതം വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ GSTക്കകത്ത് 2 കമ്പോണൻസ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? CGSTയും അതുപോലെ തന്നെ SGSTയും. CGST അതുപോലെ തന്നെ SGSTയും. CGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര വിഹിതമാണ്. SGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിൻ്റെ വിഹിതമാണ്, അത് കേരളത്തിനുള്ളതാണ്. അത് തുല്യമായിട്ടായിരിക്കും. അപ്പോൾ 9% കേന്ദ്രത്തിനും 9% കേരളത്തിനുമാണ് ഇത് വിഹിതം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡെസ്റ്റിനേഷൻ എന്നുള്ളതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? കേരളത്തിൻ്റെ അകത്ത് തന്നെയല്ലേ ഒറിജിനും ഡെസ്റ്റിനേഷനും കേരളത്തിൻ്റെ അകത്ത് തന്നെയല്ലേ. അപ്പോൾ CGSTയുടെ കേസിലോ SGSTയുടെ കേസിലോ നമ്മൾ GST റേറ്റ് 18% പറഞ്ഞു കഴിഞ്ഞാൽ GST ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണെന്ന് പറയുന്നത് ഇറ്റ് വോണ്ട് മേക്ക് സെൻസ്. നിങ്ങൾക്ക് അതെന്താണെന്ന് കത്തത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യെറ്റ് അനദർ ട്രാൻസാക്ഷൻ, അതാണെന്ത്? ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ. എന്താണ് ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ? ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് വരുമ്പോഴാണ് ആർട്ടിക്കിൾ 269A പ്രകാരം, നമ്മുടെ ഭരണഘടനയിലെ അനുച്ഛേദം 269A പ്രകാരം ഇൻ്റർ സ്റ്റേറ്റ് GST അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് GST, IGST എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് GST പിക്ചറിലേക്ക് വരുന്നത്. IGST മീൻസ് ഇൻ്റഗ്രേറ്റഡ് GST. കാരണം അതിൻ്റെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, IGST എന്ന് പറയുന്ന ഒരു വകുപ്പ് ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സസ് ഇൻ കോഴ്സ് ഓഫ് ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡ് അല്ലെങ്കിൽ കൊമേഴ്സ്, ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 269. ഈ ഭരണഘടനാ അനുച്ഛേദ പ്രകാരം ഇത് സംബന്ധിയായിട്ടുള്ള നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം പാർലമെൻറ്റിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അങ്ങനെ പാർലമെൻറ്റ് 2017 ഒരു IGST ആക്ട് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് GST ആക്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം IGSTയുടെ ഒരു പ്രസക്തി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിലാണ്. എന്താണ്? ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിലാണ്. ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിൽ ഒറിജിൻ ചെയ്ത് കേരളത്തിൽ കൺസ്യൂം ചെയ്യപ്പെടുന്ന
ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം, ഇതാണെന്ത് ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഗുജറാത്തിൽ ഒറിജിനേറ്റ് ചെയ്ത് കേരളത്തിൽ ഉപഭോഗം ചെയ്യപ്പെടുന്ന ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം. ഓക്കെ, ഇത് B2Bയും ആകാം B2Cയും ആകാം. ഓക്കെ, ഇതിൻ്റെ നിറ്റിഗ്രിറ്റീസിലോട്ട് തൽക്കാലം നിങ്ങൾ ചിന്തിക്കേണ്ട. B2B എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ്, B2C എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ഡയറക്റ്റ് കസ്റ്റമർ. ഓക്കെ, ഞാൻ B2B എന്നുള്ള കോണ്ടെക്സ്റ്റിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഗുജറാത്തിൽ ഒറിജിൻ ചെയ്ത് കേരളത്തിൽ കൺസ്യൂം ചെയ്യപ്പെടുന്ന ഒരു ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയും GST റേറ്റ് ഏതൊക്കെയായിരിക്കും? ഒന്നുകിൽ 5%, അല്ലെങ്കിൽ 12%, അല്ലെങ്കിൽ 18%, അല്ലെങ്കിൽ 28%. ഓക്കെ, എഗെയിൻ നമ്മളൊരു എക്സാമ്പിളായിട്ട് ഈ ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട GST റേറ്റ് 18% നമ്മളങ്ങ് ഉദാഹരിക്കുന്നു, നമ്മളങ്ങ് ഹൈപ്പോത്തറ്റിക്കലി എടുക്കുന്നു. ഈ 18% ആർട്ടിക്കിൾ 269A പ്രകാരം ഈ 18% ടാക്സ് ലെവി ചെയ്ത് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ 18% ടാക്സ് IGST ആണ്. അത് CGST അല്ല, SGST അല്ല, അത് IGST ആണ്. കാരണം എന്താണ്? ഇത് ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് അവിടെ ലെവി ചെയ്യുന്ന ടാക്സ് എന്താണ്? IGST ആണ്. അപ്പോൾ ഈ 18% ടാക്സ് IGST ആയിട്ട് കേന്ദ്രം ലെവി ചെയ്ത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ 18% ടാക്സ്, അതിൻ്റെ ഒരു വിഹിതം മറ്റ് GST, അതായത് നേരത്തെ സംസ്ഥാനങ്ങളിലെ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിൽ GST ലെവി ചെയ്യുമ്പം SGST ആയിട്ട് പോകണമല്ലോ, അതുപോലെ കേന്ദ്രത്തിനൊരു വിഹിതം, യൂണിയൻ ഗവൺമെൻറ്റിനൊരു വിഹിതം, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനൊരു വിഹിതം ഇവിടെയും വരും. അങ്ങനെ വീതം വെക്കുമ്പം ഏത് സ്റ്റേറ്റിനാണ് ഈ വിഹിതം പോകേണ്ടത്? ഒറിജിൻ ചെയ്ത ഗുജറാത്തിനാണോ പോകേണ്ടത്? ഈ ഉൽപ്പന്നം ഒറിജിനേറ്റ് ചെയ്ത ഗുജറാത്തിനാണോ ഇതിൻ്റെ വിഹിതം കൊടുക്കേണ്ടത്? അതോ ഇതിൻ്റെ കൺസംഷൻ ടെർമിനേറ്റ് ചെയ്യപ്പെട്ട കേരളത്തിലാണോ ഇതിൻ്റെ വിഹിതം കൊടുക്കേണ്ടത്? ഇവിടാണ് GST എന്താവുന്നത്? ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആവുന്നത്. അത് സംബന്ധിയായിട്ടുള്ള പ്രൊവിഷൻസ് എവിടെ ഉണ്ടേ? അത് സംബന്ധിയായിട്ടുള്ള പ്രൊവിഷൻസ് ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആക്ട് 2017 പ്രകാരം കൃത്യമായിട്ട് പ്ലേസ് ഓഫ് സപ്ലൈ റൂൾസ് ഉണ്ട്. അതായത് IGST ആക്ടിലെ ചാപ്റ്റർ 5 സെക്ഷൻ 10 തൊട്ട് 14 അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പ്ലേസ് ഓഫ് സപ്ലൈ റൂൾസ് ഫോർ ഡിറ്റർമൈനിങ് വാട്ട്? ഡെസ്റ്റിനേഷൻ. ഓക്കെ, ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇൻട്രാ സ്റ്റേറ്റിൽ നിങ്ങൾ ആരും ഡെസ്റ്റിനേഷനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട. അത് ആ സംസ്ഥാനം തന്നെ ആയിരിക്കും അതിൻ്റെ ഡെസ്റ്റിനേഷൻ ബോധേഡ് ആകുന്നത് എവിടെ മാത്രമാണ്? ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഓർത്തിരിക്കുക, ആർട്ടിക്കിൾ 269A ആണ്. ഇനി IGST ആയിട്ട് ബന്ധപ്പെട്ട് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം ഓർത്തിരിക്കുക. അതിലെ സെക്ഷൻ 10 തൊട്ട് 14 വരെയാണ് ഈ പ്ലേസ് ഓഫ് സപ്ലൈ റൂൾസിനെ പറ്റി വിശദമാക്കുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പം ഇവിടെ ഈ കേസിൽ എന്താ സംഭവിക്കുന്നത്? കേന്ദ്രം പിരിച്ചെടുക്കുന്ന ഈ 18% IGST കേന്ദ്രം അതിൻ്റെ ഒരു വിഹിതം, ഓക്കെ, അതിൻ്റെ ഒരു വിഹിതം ആർക്ക് കൈമാറും? കേരളത്തിന് കൈമാറും. അതെങ്ങനെയാണ് കൈമാറുന്നത് എന്നുള്ളത് ഒരു B2B എക്സാമ്പിൾ വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ SGST, CGST, അതുപോലെ തന്നെ SGST ഡിവിഷൻ വരുന്ന 50-50 രീതി തന്നെയാണ് 99% ട്രാൻസാക്ഷൻസിലും IGST വിഹിതം ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റിന് പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ ഫണ്ടമെൻ്റലി ഓർത്തിരിക്കേണ്ട കാര്യം, IGST എന്ന് പറയുന്ന GST ടൈപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് GST എന്താവുന്നത്? ലിറ്ററലി GST ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആവുന്നത്. ആർക്ക് കൊടുക്കണം? നികുതി വിഹിതം ഏത് സംസ്ഥാനത്തിന് കൊടുക്കണമെന്നുള്ളിടത്ത് അതിൻ്റെ ഉത്തരവാണ് കൺസ്യൂമിങ് സ്റ്റേറ്റിന്, അല്ലെങ്കിൽ ഫൈനലി കൺസംഷൻ ടെർമിനേറ്റ് ചെയ്യപ്പെടുന്ന ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റിന് കൊടുക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കതൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കിയിട്ട് ഈ പറയുന്ന 2 പ്രൊവിഷൻസ് ഒന്ന് റീവിസിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ഉദാഹരണം ഞാനിവിടെ എഴുതിയിരിക്കുകയാണ്. ഇതൊരു B2B ആണ്. ബിസിനസ് ടു ബിസിനസ് ആണ്. ഓക്കെ, ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷനിൽ ഒരു കേരളത്തിൽ നിന്നുള്ളൊരു ബിസിനസ് ഡീലർ ഗുജറാത്തിലെ ഒരു മാനുഫാക്ചറിൽ നിന്ന് ഒരു ഇൻ്റർ സ്റ്റേറ്റ് പർച്ചേസ് നടത്തുകയാണ്. ആ ഇൻ്റർ സ്റ്റേറ്റ് പർച്ചേസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, സെയിൽസ് വാല്യൂ 1 ലക്ഷം രൂപയാണ്. IGST ആണല്ലോ, ഇൻ്റർ സ്റ്റേറ്റ് ആണോ അവിടെ വരുന്ന GST ഏതാണ്? ഇൻ്റർ സ്റ്റേറ്റ് ആണോ അവിടെ വരുന്ന GST IGST ആയിരിക്കും. ഇൻ്റർ സ്റ്റേറ്റ് ആണോ അവിടെ വരുന്ന GST എന്തായിരിക്കും? IGST ആയിരിക്കും. IGST എത്രയാണ്? 18%. അപ്പം കേരള ഡീലർ ആ ഗുജറാത്തിൽ നിന്ന് വാങ്ങിയ സാധനത്തിന് കൊടുക്കേണ്ട പ്രൈസ് എത്രയാണ്? 1 ലക്ഷം രൂപ അടിസ്ഥാന വില പ്ലസ് 18% GST
ടോട്ടൽ എത്ര വരും ഇവിടെ? 1,18,000 രൂപ. ഓക്കെ, അപ്പം ഗുജറാത്തിലെ മാനുഫാക്ചർക്ക് എത്ര കിട്ടി? 1,18,000 രൂപ കേരള ഡീലറിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ്. ഇതിൽ 18,000 രൂപ ഗുജറാത്ത് സെല്ലർ കളക്ട് ചെയ്തത് ആർക്ക് റെമിറ്റ് ചെയ്യും? സെൻട്രൽ ഗവൺമെൻറ് റെമിറ്റ് ചെയ്യും. അപ്പം ഗുജറാത്തിലെ മാനുഫാക്ചർക്ക് 1,00,000 രൂപയും 18,000 രൂപ ഗുജറാത്തിലെ മാനുഫാക്ചർ കളക്ട് ചെയ്ത് ആർക്ക് പോവുകയും ചെയ്യും? യൂണിയൻ ഗവൺമെൻറ്റിന് അല്ലെ പബ്ലിക് എക്സ്ചക്കറിന് പോവുകയും ചെയ്യും. ഓക്കെ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ആ ഐറ്റം, ആ പർച്ചേസ് ചെയ്ത ഐറ്റം ആരുടെ കയ്യിലാണ്? കേരള ഡീലറുടെ കയ്യിലാണ്. എന്താണ്? കേരള ഡീലറുടെ കയ്യിലാണ് ആ ഐറ്റം ഉള്ളത്. ഈ കേരള ഡീലറെ സംബന്ധിച്ചിടത്തോളം അയാൾ കേരളത്തിൽ കൊണ്ടുവന്ന് വിൽക്കാനാണ് ഈ സാധനം വാങ്ങിയത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിച്ചത്? B2B എന്ന് വിളിച്ചത്. കാരണം B2C അല്ല. കാരണം ഈ കേരള ഡീലർ ആരാണ്? ഒരു GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡീലറാണ്. അതുകൊണ്ട് തന്നെ B2B ആയതുകൊണ്ട് തന്നെ ഇയാളിപ്പോൾ അടച്ച ടാക്സ് എന്താണ്? ഇൻപുട്ട് ടാക്സ് ആണ്. ഇയാളിപ്പോൾ അടച്ച ടാക്സ് എന്താണ്? ഇൻപുട്ട് ടാക്സ് ആണ്. അതായത് അയാൾ 1,00,000 രൂപ അടിസ്ഥാന വിലയും അതുപോലെ തന്നെ 18,000 രൂപ ടാക്സും അയാൾ അടച്ചിട്ടുണ്ട്. അതിലെ 18,000 രൂപ ഈ കേരളത്തിലെ ഡീലർ അടച്ചത് എന്താണ്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ITC ആണ്. നമ്മൾ കഴിഞ്ഞ ലൈവ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ലൈവിൻ്റെ ആ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ ലൈവ് കാണുക. അതിൻ്റെ അകത്ത് എന്താണ് റിഗ്രസീവ് എഫക്റ്റ് എന്നും കാസ്കേഡിങ് എഫക്റ്റ് എന്നും വിശദമായിട്ട് പറയുന്നുണ്ട്. കാസ്കേഡിങ് എഫക്റ്റിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ബിസിനസ്സുകൾ മാനുഫാക്ചറിങ്ങിലോ അല്ലെങ്കിൽ അതിൻ്റെ സെയിലുമായിട്ട് ബന്ധപ്പെട്ടോ വാങ്ങുന്ന ഇൻപുട്ടുകളുടെ ആ ഒരു ഇൻപുട്ട് ടാക്സ് എന്ത് ചെയ്യും? ക്രെഡിറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ 18,000 രൂപ ആർക്ക് അർഹതപ്പെട്ടതാണ്? അയാൾ അടച്ചെങ്കിലും ഈ കേരള ഡീലർക്ക് അർഹതപ്പെട്ടതാണ്. അപ്പോൾ കേരള ഡീലർ നൗ ഓൺസ് മെഷീനറി വർത്ത് 1,00,000 രൂപ. ഹീ ഈസ് എലിജിബിൾ ഫോർ ആൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓഫ് 18,000 IGST. ഇതാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. ഇത് അയാൾ കീപ്പ് ചെയ്യുന്ന ക്യാഷ് അല്ല. ഇയാൾക്ക് ഇനി ഇത് വിൽക്കണമല്ലോ. ഇയാൾ ഇത് വിൽക്കുമ്പം ഇമാജിൻ അയാൾ പ്രത്യേകിച്ച് ലാഭമൊന്നും എടുക്കുന്നില്ല. 1,00,000 രൂപയ്ക്ക് തന്നെയാണ് ഇത് കേരളത്തിൽ വിൽക്കുന്നതെന്ന് കരുതുക. 1,00,000 രൂപയ്ക്ക് കേരളത്തിൽ വിൽക്കുമ്പം ഇതിൻ്റെ ഈ ഐറ്റം ഇന്ന GST കാറ്റഗറി പെടുന്ന ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് കേരളത്തിൽ വരുന്ന GST എത്ര ആയിരിക്കും? ഇവിടെ എഗെയിൻ 18% ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വില എത്രയാവും? വീണ്ടും 1,18,000 രൂപയാവും. ഓക്കെ, ഇതിൻ്റെ വില എത്ര? 1,18,000 രൂപയാവും. ഈ 1,18,000 രൂപയ്ക്കായിരിക്കും കേരളത്തിലെ ഒരു ബയർ കേരളത്തിലെ ഈ ഡീലറുടെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങുന്നത്? കേരളത്തിലെ ഈ ഡീലറുടെ കയ്യിൽ നിന്ന് ഈ ഉൽപ്പന്നം വാങ്ങുന്നത്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ 1,18,000 രൂപ ആർക്ക് കിട്ടും? ഈ കേരള ഡീലർക്ക് കിട്ടും. ആരുടെ കയ്യിൽ നിന്ന്? കേരള ബയറുടെ കയ്യിൽ നിന്ന് കിട്ടും. അതിൽ 18,000 രൂപ എന്താണ്? 18,000 രൂപ CGST ആൻഡ് SGST ആണ്. എന്താണ്? CGST ആൻഡ് SGST ആണ്. 9% വെച്ച് അല്ലേ? CGST ആൻഡ് SGST ആണ്. ശരിക്കും CGST ആർക്ക് കൊടുക്കണം? CGST ഈ പറയുന്നത് പോലെ ഈ കിട്ടിയ ഡീലർ ആർക്ക് കൊടുക്കണം? CGST സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കണം. അതുപോലെ തന്നെ കേരള ഡീലർ അയാൾക്ക് കിട്ടിയ 18,000-ൽ 9,000 രൂപ, 9,000 വെച്ചാണ് 9,000 രൂപ ആർക്ക് കൊടുക്കണം? 9,000 രൂപ SGST ആയിട്ട് കേരള ഗവൺമെൻറ്റിനും കൊടുക്കണം. പക്ഷേ ഇയാളത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അയാൾക്ക് എന്താണ് ഈ കിട്ടിയ തുക? ഈ 18,000 രൂപ ആർക്ക് കീപ്പ് ചെയ്യാം? കേരള ഡീലർക്ക് കീപ്പ് ചെയ്യാം. കാരണം അയാൾ ഓൾറെഡി അതെന്ത് ചെയ്തിട്ടുണ്ട്? അയാൾ ഓൾറെഡി ഗുജറാത്തിൽ ആ മാനുഫാക്ചർക്ക് 18,000 രൂപ കൊടുത്തിട്ടുണ്ട്. അത് ഇൻപുട്ട് ടാക്സ് ആണ്. അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ഈ കളക്ട് ചെയ്ത 18,000 രൂപ ആർക്ക് കീപ്പ് ചെയ്യാം? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് കേരളത്തിലെ ഡീലർക്ക് കീപ്പ് ചെയ്യാം. അപ്പം എങ്ങനെയാണ് കേന്ദ്രത്തിന് അവർക്ക് കേരളത്തിൽ വിറ്റഴിഞ്ഞ ഈ ഉൽപ്പന്നത്തിൽ നിന്നുള്ള CGSTയും SGSTയും കിട്ടുന്നത്? കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈ പറയുന്ന ഗുജറാത്ത് മാനുഫാക്ചർ പിരിച്ചെടുത്ത 1,18,000 രൂപയിൽ 18,000 രൂപ ആരുടെ കയ്യിലാണ്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. ഓക്കെ, അതിൽ നിന്ന് കേരളത്തിൽ ഇത് അൾട്ടിമേറ്റ്ലി വിറ്റ് കഴിയുമ്പോൾ ഈ 18,000-ൽ നിന്ന് 9,000 രൂപ CGST ആയിട്ട് വകമാറ്റുകയും ബാക്കി 9,000 രൂപ എന്ത് ചെയ്യുകയും ചെയ്യും? SGST ആയിട്ട് കേരളത്തിന് നൽകുകയും ചെയ്യും. നിങ്ങൾ ആ മാജിക് കണ്ടു നോക്ക്. IGST കൺവേർട്ട് ചെയ്ത് CGST ആയിട്ടും SGST ആയിട്ടും മാറിയത് കണ്ടോ? അങ്ങനെയാണ് ഇത് 50-50 ആവുന്നത്. IGSTയിലെ കോമ്പിനേഷനും 50:50 ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സപ്ലൈ ചെയിൻ വഴിയാണ്. അല്ലെങ്കിൽ ഈ രീതിയിൽ അത് ഈ വിലയിൽ ഉൾപ്പെടുത്തി ഇതിൻ്റെ ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു ബിസിനസ്
ഗുജറാത്തിൽ നിന്ന് വാങ്ങിയ സാധനം കേരളത്തിൽ കൊണ്ടുവന്ന് വിൽക്കുമ്പം അയാളുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് അയാൾ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് അങ്ങ് എടുക്കും. ഓൾറെഡി കേന്ദ്രം കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടാക്സിൻ്റെ വിഹിതത്തിൽ നിന്ന് കേരളത്തിൽ വിറ്റഴിയുമ്പോൾ കിട്ടേണ്ട SGST കമ്പോണൻറ്റ് കേന്ദ്രം ഓൾറെഡി കളക്ട് ചെയ്തിട്ടുള്ള പൈസയിൽ നിന്ന് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ഈ മാത്സ് നിങ്ങൾക്ക് അധികം കത്തിയിട്ടില്ല എങ്കിൽ അതവിടെ വിട്ടേരെ. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. എന്താണ് GST ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആവുന്നത്? എങ്ങനെയാണ് GST ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആവുന്നത്? IGST കടന്നു വരുന്ന കോണ്ടെക്സ്റ്റിലാണ്. ഇനി IGST ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. എന്താണ്? ഇവിടെ ഈ സ്ലൈഡ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ആസ്പെക്റ്റ് നിങ്ങൾക്ക് പിടികിട്ടും. എന്താണ്? വാട്ട് ഹാപ്പൻസ് ടു IGST ഒറിജിനലി കളക്റ്റഡ് ബൈ സെൻഡർ? സെൻറ്റർ 9,000 രൂപ CGST ആയിട്ട് കീപ്പ് ചെയ്യുന്നു. കാരണം IGST ആരാണ്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ടാണ് ഡീലർ അത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് CGST പോർഷനായിട്ട് സെൻറ്ററിൻ്റെ പോർഷനായിട്ട് 9,000 കീപ്പ് ചെയ്യുന്നു. സെൻറ്ററിൻ്റെ കയ്യിലുള്ള 9,000 കേരളത്തിന് SGST പോർഷനായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ദസ് ദ IGST ഒറിജിനലി കളക്റ്റഡ് ഫ്രം ഗുജറാത്ത് എന്തായിട്ട് അപ്പോർഷൻഡ് ആവുന്നു? അപ്പോർഷൻ എന്നുള്ള വാക്ക് ഓർത്തിരിക്കുക. എന്തായിട്ട് അപ്പോർഷൻഡ് ആവുന്നു? എഫക്റ്റീവ്ലി അത് കേരളത്തിൽ വിറ്റഴിയുമ്പോൾ CGST ആയിട്ടും അതുപോലെ തന്നെ SGST ആയിട്ടും അപ്പോർഷൻഡ് ആവുന്നു. അങ്ങനെയാണ് IGST ഷെയറും എങ്ങനെ ആവുന്നത്? കേന്ദ്രത്തിന് 50%, കേരളത്തിന് 50%ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഒരു സമ്മറി ഈവൻ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിനി ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ തന്നെ B2C വരും, ബിസിനസ് ടു ഡയറക്റ്റ് കസ്റ്റമർ വരും. ബിസിനസ് ടു ഡയറക്റ്റ് കസ്റ്റമർ വരുമ്പോഴും എന്താ സംഭവിക്കുന്നത്? കേന്ദ്രം ഓൾറെഡി ഇപ്പോൾ ഗുജറാത്തിൽ ഉൽപ്പാദിപ്പിച്ചൊരു സാധനത്തിൽ നിന്ന് IGST അങ്ങ് എടുക്കും. IGST അങ്ങ് കളക്ട് ചെയ്യും. ഇപ്പോൾ 1,00,000 രൂപയുടെ സാധനമാണെങ്കിൽ 18,000 രൂപ കളക്ട് ചെയ്യും. അപ്പോൾ അത് കേന്ദ്രത്തിൻ്റെ കയ്യിലുണ്ട്. ഇനി ഈ ഗുജറാത്തിലുള്ള ആൾ ഇത് വിറ്റത് കേരളത്തിലുള്ള ഒരാൾക്ക് ഡയറക്റ്റായിട്ട്, ഒരു GST രജിസ്റ്റേർഡ് യൂസർക്കൊന്നുമല്ല, ഒരു കൺസ്യൂമർക്കാണ് കൊടുത്തതെങ്കിൽ കൺസ്യൂമർ 1,18,000 രൂപയ്ക്ക് അത് വാങ്ങുമ്പോൾ, 1,18,000 രൂപയ്ക്ക് വാങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ 18,000 രൂപ കളക്ട് ചെയ്തിട്ട് 9,000 രൂപ കേന്ദ്രം കീപ്പ് ചെയ്തിട്ട് ബാക്കി 9,000 രൂപ GSTയുടെ പ്രൊവിഷൻ പ്രകാരം IGST എവിടെയാണോ കൺസ്യൂം ചെയ്ത ആളുടെ പ്ലേസ് ഏതാണ്? കേരളമാണ്. കേരളത്തിന് SGST ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇനി അടുത്ത അറിയേണ്ട ഒരു കാര്യം, IGST എന്ന് പറയുന്നത് എന്തിനൊക്കെ ബാധകമാണ്? അത് ആ സെക്ഷൻ 10 തൊട്ട് 14 വരെ പറയുന്നുണ്ട്. ഇൻട്രാ സ്റ്റേറ്റ് ഡൊമസ്റ്റിക് ഗുഡ്സ് ആൻഡ് സർവീസസിന്, ഡൊമസ്റ്റിക് ഗുഡ്സിൻ്റെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈക്ക്, ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈക്ക് ബാധകമാണ്. ഓക്കെ, സംസ്ഥാനാന്തരമുള്ള സപ്ലൈയിൽ ബാധകമാണ്. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഗുഡ്സ്. ഓക്കെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇമ്പോർട്ടിലും എക്സ്പോർട്ടിലും ബാധകമായിട്ടുള്ള GST ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും IGST ആണ്. അതും എന്താണ്? IGST ആണ്. ഇമ്പോർട്ട് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട GST ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും IGST ആണ്. ഇത് ഡൊമസ്റ്റിക് ഗുഡ്സ് സർവീസസ് 10 ഡൊമസ്റ്റിക് ഗുഡ്സ്, 12 ഡൊമസ്റ്റിക് സർവീസസ്, 13 ഈ പറയുന്ന എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ട് ഓഫ് സർവീസസ്. ബേസിക്കലി ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. അതിൻ്റെ അകത്ത് 10ഉം 12ഉം ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ്, 11ഉം 13ഉം എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എക്സ്പോർട്ട് ഇമ്പോർട്ട്. അത്ര ഓർത്താൽ മതി. ക്രോസ് ബോർഡർ സർവീസസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ 2 രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്ന സർവീസ് ട്രാൻസാക്ഷൻസിനെയാണ് ക്രോസ് ബോർഡർ സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം IGST ബാധകമായിട്ടുള്ളത് ഒന്ന് ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡ്, അതുപോലെ തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട്. ഇത്ര ഓർത്താൽ മതി. ഈ 2 പോയിന്റ് ഓർത്താൽ മതി. ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡും അതുപോലെ തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ടും. അപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എന്താ പറയണ്ടേ, ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട GST ഏതാണെന്ന് കേരള PSC ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട GST ഏതാണെന്ന് കേരള PSC ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓപ്ഷൻ തന്നതായിരുന്നു ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ളത്. വിച്ച് ഓഫ് ദ കമ്പോണൻസ് ഓഫ് GST ഈസ് പാർട്ട് ഓഫ് വെൻ ഇമ്പോർട്ട് ടേക്ക് പ്ലേസ്. ചോദ്യം ഇതാണ്, നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഡിഗ്രി പ്രിലിംസിനാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ടൈപ്പ് അല്ലെ കമ്പോണൻ്റ് ഓഫ് GST ഈസ് ആപ്ലിക്കബിൾ ടു ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻ എ CGST, ഓപ്ഷൻ ബി SGST, ഓപ്ഷൻ സി IGST, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഓക്കെ, ഇവിടെ ഒരു ട്വിസ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, GSTയിലേക്ക് സബ്സ്യൂം ചെയ്യപ്പെട്ട ടാക്സസിൽ ഇമ്പോർട്ട് കസ്റ്റംസ് ഡ്യൂട്ടി ഇല്ല. ഓക്കെ,
സോ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ട് കസ്റ്റംസ് ഡ്യൂട്ടി ഇല്ല എങ്കിൽ, ജി എസ് ടിയുടെ ഭാഗമല്ല എങ്കിൽ അത് സി ജി എസ് ടിയിലും ഭാഗമായിരിക്കില്ല, എസ് ജി എസ് ടിയിലും ഭാഗമായിരിക്കില്ല, ഐ ജി എസ് ടിയിലും ഭാഗമായിരിക്കില്ല. അപ്പോൾ ആൻസർ ഏത് വരും? നൺ ഓഫ് ദ എബോവ് വരും. പക്ഷേ ആൻസർ വന്നത് ഏതാ? ആൻസർ വന്നത് ഐ ജി എസ് ടി ആണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ 269 ക്ലോസ് സബ് ക്ലോസ് എ പ്രകാരം, 269 എ പ്രകാരം ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ ഫോറിൻ ട്രാൻസാക്ഷൻസിലും ലെവി ചെയ്യേണ്ട ജി എസ് ടി ആണെന്ത്? ഐ ജി എസ് ടി എന്ന് പറയുന്നത്. പക്ഷേ അവിടുത്തെ പ്രശ്നം ഇമ്പോർട്ട് കസ്റ്റംസ് ഡ്യൂട്ടി എന്തിലേക്ക് മെർജ് ചെയ്തിട്ടുമില്ല, ജി എസ് ടിയിലേക്ക് മെർജ് ചെയ്തിട്ടുമില്ല എന്ന് പറഞ്ഞാൽ അത് സി ജി എസ് ടിയുടെ ഭാഗമല്ല, എസ് ജി എസ് ടിയുടെ ഭാഗമല്ല, ഐ ജി എസ് ടിയുടെ ഭാഗമല്ല. അപ്പോൾ എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, ഇമ്പോർട്ട് കസ്റ്റംസ് ഡ്യൂട്ടി ജി എസ് ടിയുടെ ഭാഗമല്ല. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ലെവി ചെയ്യുന്ന അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടിയും സ്പെഷ്യൽ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടിയും ഉണ്ട്. അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടിക്ക് എക്സാമ്പിളാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി. സ്പെഷ്യൽ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടിക്ക് എക്സാമ്പിളാണ് ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി. എന്താണ് കൗണ്ടർ വാല്യൂയിങ് ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ഉൽപ്പന്നങ്ങൾ ഇമാജിൻ ചെയ്യാം. ഒന്ന് ചൈനീസ് ആണ്, ഒന്ന് ഇന്ത്യൻ ആണ്. ഈ പേനയുടെ വില ഇന്ത്യയിൽ ഏകദേശം 10 രൂപയാണ്. ചൈനയിലും ഏകദേശം 10 രൂപയുണ്ട്. പക്ഷേ ചൈനീസ് ഗവൺമെൻറ് അതിന് എക്സ്പോർട്ട് സബ്സിഡി നൽകിയും അവിടുത്തെ ഉൽപ്പാദക നികുതിയായിട്ടുള്ള എക്സൈസ് ഡ്യൂട്ടിയിൽ ഇളവ് നൽകിയും ഈ സാധനം 7 രൂപയ്ക്ക് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യാനായിട്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഡ്യൂട്ടി റാഷണലൈസേഷൻ്റെയൊക്കെ ഭാഗമായിട്ട്, ടാക്സ് റിഫോംസിൻ്റെ ഭാഗമായിട്ട് രാജാ ചെല്ലയ്യ കമ്മിറ്റി റെക്കമെൻഡേഷൻസ് ബേസ്ഡ് ഓൺ എന്താ പറയണ്ടേ, നമ്മുടെ IMF റെക്കമെൻഡേഷൻസ് അടിസ്ഥാനപ്പെടുത്തി പീക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഇന്ത്യയിൽ ഇന്ന് എത്രയേ ഉള്ളൂ? പീക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ടുള്ള, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ടുള്ള ഇമ്പോർട്ട് കസ്റ്റംസ് ഡ്യൂട്ടി 10% ഉള്ളൂ. ആ 10% വരുന്ന ഇമ്പോർട്ട് കസ്റ്റംസ് ഡ്യൂട്ടി എന്തിൻ്റെ ഭാഗമല്ല? ജി എസ് ടിയുടെ ഭാഗമല്ല. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ കമ്പോണൻറ്റ് ഓഫ് ജി എസ് ടി ഈസ് ആപ്ലിക്കബിൾ ടു ജനറലി ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് എന്നുള്ളതാണ്. അതിൽ ഇമ്പോർട്ട് കസ്റ്റംസ് ഡ്യൂട്ടി ആണെന്ന് എടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ അത് ജി എസ് ടിയുടെ ഭാഗമല്ല, അത് 10%. അപ്പോൾ ചൈനയിൽ നിന്ന് ഈ ഉൽപ്പന്നം ഇന്ത്യയിലെത്തുമ്പോൾ ഇതിൻ്റെ വില എത്ര ആവൂടെ? ചൈനയിൽ നിന്ന് ഈ ഉൽപ്പന്നം മാർക്കറ്റ് ക്രോസ് ഇന്ത്യയിലെത്തുമ്പം 7+10% എന്ന് പറയുമ്പോൾ ഏകദേശം 7.7 8 രൂപയായിരിക്കും വില. അപ്പം നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. 10 രൂപയുടെ ഇന്ത്യൻ പേനയുണ്ട്, 8 രൂപയുടെ ചൈനീസ് പേനയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചൈന എന്ത് ചെയ്തിരിക്കുകയാണ്? ചൈനീസ് ഉൽപ്പന്നത്തെ ഇന്ത്യയിലേക്ക് കൈൻഡ് ഓഫ് എന്ത് ചെയ്യുകയാണ്? വില കുറച്ച് കൊണ്ടുവന്ന് ഇന്ത്യൻ ഡൊമസ്റ്റിക് എക്കണോമിയെ ചൈനീസ് ഗവൺമെൻറ് എന്ത് ചെയ്യാണ്? ചൈന ആക്രമിക്കുകയാണ്. അപ്പോൾ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു സേഫ് ഗാർഡാണെന്ത്? കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടിയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സ്പോർട്ടിംഗ് സ്റ്റേറ്റ് അല്ലെങ്കിൽ എക്സ്പോർട്ടിംഗ് രാജ്യം ഏത് രാജ്യത്താണെന്നാണോ ഈ സാധനം ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെട്ടത്, ആ ഒറിജിൻ കൺട്രി ഓഫ് ഒറിജിൻ എത്രമാത്രം ടാക്സ് ഇളവ് നൽകിയിട്ടുണ്ടോ അത് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു സബ്സിഡിയുടെ രൂപത്തിലും എക്സൈസ് ടാക്സിൻ്റെ ഇളവിൻ്റെ രൂപത്തിലും ഏകദേശം 3 രൂപയോളം അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 രൂപ നമ്മൾ എന്ത് ചെയ്യും? ഈ 3 രൂപ നമ്മൾ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ആയിട്ട് ഓരോ പേനയിലും ആഡ് ചെയ്യും. അപ്പോൾ ചൈനീസ് പേനയുടെ വില എന്തായിക്കോളും? 11 രൂപയാവും. അപ്പോൾ ഇന്ത്യൻ പേനയുടെ വില 10ഉം ചൈനീസ് പേനയുടെ വില 11ഉമായി. ഈ ആഡ് ചെയ്ത ടാക്സിനെ വിളിക്കുന്ന പേരാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി അല്ലെങ്കിൽ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി. ഈ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി എന്തിൻ്റെ ഭാഗമാണ്? ജി എസ് ടിയുടെ ഭാഗമാണ്. കൃത്യമായി പറഞ്ഞാൽ ഐ ജി എസ് ടിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെയാണ് ചൈന പോലെയുള്ള രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് ഡംപ് ചെയ്യുമ്പം ആൻറ്റി ഡംപിങ് നമുക്ക് ഇൻവോക്ക് ചെയ്ത് എത്ര ക്വാണ്ടിറ്റി ആണോ ഡംപ് ചെയ്ത് അത്രയും ക്വാണ്ടിറ്റിയുടെ മേലെ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി, സ്പെഷ്യൽ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി ലഭ്യ ചെയ്യാം. അതും എന്തിൻ്റെ ഭാഗമാണ്? ഐ ജി എസ് ടിയുടെ ഭാഗമാണ്. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, പീക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ടുള്ള ഇമ്പോർട്ട് കസ്റ്റംസ് ഡ്യൂട്ടി ജി എസ് ടിയിൽ എവിടെയും ഭാഗമായിട്ടില്ല. പക്ഷേ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ടുള്ള കൗണ്ടർ വാല്യൂയിങ് ഡ്യൂട്ടിയും സ്പെഷ്യൽ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ടുള്ള എന്താണ് ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടിയൊക്കെ എവിടേക്ക് ലയിച്ചിട്ടുണ്ട്? ഐ ജി എസ് ടിയുടെ ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? വിച്ച് ഓഫ് ദ കമ്പോണൻറ്റ് ഓഫ് ജി എസ് ടി ഈസ് ആപ്ലിക്കബിൾ ടു ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അതെന്താണ്? അത് ഐ ജി എസ് ടി ആണ്. സോ ഇത് രണ്ടും അറിയത്തില്ലെങ്കിൽ പോലും അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടിയും സ്പെഷ്യൽ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ടുള്ള കൗണ്ടർ വാല്യൂയിങ് ഡ്യൂട്ടിയും ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി ആണെന്ന് അത് അറിയത്തില്ലെങ്കിൽ പോലും 269A പ്രകാരവും അതിൻ്റെ അടിസ്ഥാനത്തിൽ പാസ്സാക്കിയ ഐ ജി എസ് ടി ആക്ട് പ്രകാരവും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സെഷൻ 10 തൊട്ട് 14 വരെ ഗുഡ്സ് ആൻഡ് സർവീസസുമായിട്ട് ബന്ധപ്പെട്ട ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസും ഫോറിൻ ട്രാൻസാക്ഷൻസും എന്തിൻ്റെ ഭാഗമാണ്? ജി എസ് ടിയിൽ ഐ ജി എസ് ടിയുടെ ഭാഗമാണ്. അപ്പോൾ ഈ സെഷൻ നിങ്ങൾക്ക് വളരെ വൃത്തിക്ക് കൃത്യമായിട്ട് പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഡെസ്റ്റിനേഷൻ ടാക്സ് ആവുന്നത്, ജി എസ് ടി ഒരു ഡെസ്റ്റിനേഷൻ ടാക്സ് ആവുന്നതിൻ്റെ അടിസ്ഥാനം പോലും എന്താണ്?
IGST ആയിട്ട് ബന്ധപ്പെട്ട വിഹിതം എങ്ങനെ പങ്കുവെക്കണം എന്നിടത്താണ്. എങ്ങനെയാണ് പങ്കുവെക്കേണ്ടത്? ഒറിജിനേറ്റിംഗ് സ്റ്റേറ്റിലല്ല, ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റ് വെയർ ദ ടെർമിനേഷൻ ഓഫ് കൺസംഷൻ അല്ലെങ്കിൽ കൺസംഷൻ ഹാസ് ഒക്വേർഡ്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.